ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് സ്പിരിച്വൽ റീഡിംഗ് ആണ്. എല്ലാ വിശപ്പിനും അപ്പം വേണ്ടെന്ന അർത്ഥം. ചില വാക്കുകൾക്കും ചില പുസ്തകങ്ങൾക്കും നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയും. വായന നമ്മളെ കുറച്ച് പ്യൂരിഫൈ ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ആദ്യം മധുരിക്കും ചില കാര്യങ്ങൾ, ചിലപ്പോൾ അത് മധുരിക്കില്ല, പിന്നീടായിരിക്കും മധുരിക്കുക. വായിക്കുമ്പം ഇമാജിനേഷൻ. വായന എന്ന് പറയുന്ന ഒരു സ്നേഹിതനെ പോലെയാണ്. ബൈബിൾ റീഡിംഗ് മാത്രമാണ് ഒരു സ്പിരിച്വൽ റീഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ചിലർക്ക്. അങ്ങനെ അല്ലല്ലോ. ആത്മാവിനുള്ള ഒരു നറിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫുഡാണ് സ്പിരിച്വൽ റീഡിംഗ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് സ്പിരിച്വൽ റീഡിംഗ് ആണ്. ശരിക്കും റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. പണ്ട് കാലത്തൊക്കെ കല്ലുമേലും പാനോലയിലൊക്കെ തുടങ്ങിയത് ഇന്നിപ്പോൾ ഈ റീഡിംഗ് വരെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, ഇത് സ്പിരിച്വലി എങ്ങനെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, സ്പിരിച്വൽ റീഡിംഗ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ബോണിച്ചേട്ടനാണ്. ബോണിച്ചേട്ടൻ ചെല്ലാനത്ത് നിന്നാണ് വരുന്നത്. ഒപ്പം കുഞ്ഞുങ്ങളെ പരിപാലിച്ച് ഈ സ്പിരിച്വൽ ലെവലിലോട്ട് എത്തിക്കാനൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ എക്സ്പെർട്ടാണ്. ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നത് ബോണിച്ചേട്ടൻ്റെ കൈകളിലൂടെയാണ് ഞങ്ങൾ ഈ സ്പിരിച്വലിലേക്ക് വളർന്നു വന്നത്. ക്രിസ്ത്യൻ മിനിസ്ട്രിയിലും ഏഞ്ചൽസ് ആം മിനിസ്ട്രിയിലും ഒക്കെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് ബോണിച്ചേട്ടൻ ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളത് 2 ടീച്ചേഴ്സാണ്. അനി ജോർജ്, അനി ആൻറ്റി അധ്യാപികയാണ്. അതേപോലെ തന്നെ ഡാരിസ് ആൻറ്റിയും ഒരു കോളേജ് അധ്യാപികയാണ്. രണ്ടുപേരും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. സോ വെൽക്കം ആൻറ്റി. വെൽക്കം ചേട്ടാ. ചേട്ടാ, ഈ സ്പിരിച്വൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എൽറിയ സൂചിപ്പിച്ചായിരുന്നു തുടക്കത്തിൽ, ക്യാരക്ടർ ഫോർമേഷന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അന്ത്യവിധിയിൽ ദൈവത്തോടൊപ്പം നമ്മളെ പുസ്തകങ്ങളും വിധിക്കാനുണ്ടാകും എന്നൊരു സൂചന പുതിയ നിയമത്തിലുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവരെല്ലാം, ചെറിയവരും വലിയവരും, സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അതിൽ ഒരു ഗ്രന്ഥം കൂടി വന്നു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ എന്താണ്? ഉറപ്പായിട്ടും സൽകൃത്യങ്ങളുടെ നന്മ നമുക്ക് നൽകുന്ന നല്ല പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങളായിരിക്കും അത്. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ, നമ്മുടെ നന്മയുള്ള ജീവിതത്തിൽ പുസ്തകങ്ങൾ സ്വാധീനമുണ്ട്. ആ പുസ്തകങ്ങൾ നമ്മളെ വിധിക്കും. നമുക്കിന്ന് നമ്മൾ മാറ്റിവെക്കുന്ന പുസ്തകങ്ങളെല്ലാം നമ്മളെ വിധിക്കാനായിട്ട് ഉണ്ടാകുന്നൊരു സൂചനയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കണം. അതോടൊപ്പം തന്നെ ഈശോ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും വാക്കുകൊണ്ടും കൂടിയാണ്. അപ്പം എല്ലാ മതങ്ങളും ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ പട്ടിണി കിടക്കണം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപവാസങ്ങൾക്കൊപ്പം വായനയും കൂടി വേണം. അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് അതിൻ്റെ അർത്ഥം. എനിക്ക് എടുക്കുന്ന ഉപവാസം വെറും പട്ടിണി കിടക്കലാണ് അല്ലേ. അതേസമയം ബാക്കി കാര്യങ്ങളിൽ വ്യാപൃതരാവേ, ലോകത്തിന്റെ കാര്യങ്ങളിൽ റീഡിങ്ങിനൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ വീടുകളിൽ ഉപവാസം ഉണ്ടാകുമ്പോൾ 1 മണിക്കൂറെങ്കിലും വായിച്ചിരിക്കണമെന്നൊരു നിർബന്ധം പിടിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ. ഉപവസിക്കുന്ന ദിവസം 1 മണിക്കൂർ, അപ്പോൾ വാക്കുകൊണ്ടുള്ളൊരു കരുത്ത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ എല്ലാ വിശപ്പിനും അപ്പം വേണ്ടെന്ന അർത്ഥം. എല്ലാ വിശപ്പുകൾക്കും ചില വാക്കുകൾക്കും ചില പുസ്തകങ്ങൾക്കും നമ്മളെ ശക്തിപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അല്ലേ, നമ്മുടെ കുട്ടികളെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പരിശീലിപ്പിക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ശ്രദ്ധിക്കും വീട്ടിൽ ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ ആൾ അവരാണല്ലോ നമ്മളെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബുക്സ് വായിക്കുന്നവന് ശരിക്കും വായിക്കാറായിട്ടില്ല. പക്ഷേ ആൾ ഓടിപ്പോയിട്ട് നമ്മളൊരു ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു കുട്ടികളുടെ ബൈബിൾ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താൽ കൈ ഇങ്ങനെ കൂടെ വെച്ച് വെറുതെ ഓടിച്ചു വിടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പരിശീലനം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുവാണെങ്കിൽ അതവർക്ക് വളരെ മനോഹരമായിട്ട് അതൊന്ന് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റും തോന്നുന്നു. ഉറപ്പായിട്ടും അതൊരു ശീലമായി കഴിഞ്ഞ് കഴിയുമ്പോൾ, അതൊരു ഹാബിറ്റായി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലസമായിട്ടൊരു നിമിഷം ഉണ്ടാവില്ല. ഈ അലസന്റെ മനസ്സാണ് പിശാചിന്റെ പണിപ്പുര എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊരു പുസ്തകം എടുക്കും, അറിയാതെ നമ്മൾ എടുത്തു പോകും. അത് ഒരു നന്മയായി തീരും.
അതൊരു നല്ല വായനയാണെങ്കിൽ എന്തുമാത്രം സ്വഭാവത്തെ സ്വാധീനിക്കും അത്. അതെ. പിന്നെ ഒരു കാര്യമുള്ളത്, ഈശോ പറയുന്ന ഈ ബൈബിളിൽ വായനയ്ക്ക് ഭക്ഷിക്കുക എന്നുള്ളൊരു പദം ചേർക്കുന്നുണ്ട്. വായിക്കുന്നതിന് ഭക്ഷിക്കുക എന്നാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യപുത്ര, ചുരുളുകൾ ഭക്ഷിക്കുക. അപ്പോൾ ഓരോ പുസ്തകത്താളിലും ഇരുന്ന് ആരോ നമ്മളോട് പറയുന്നുണ്ട് ഭക്ഷിക്കാനായിട്ട്. അപ്പം ചിലപ്പോൾ അത് ആദ്യം മധുരിക്കും ചില കാര്യങ്ങൾ, ചിലപ്പോൾ അത് മധുരിക്കില്ല, പിന്നീടായിരിക്കും മധുരിക്കുക. പ്രത്യേകിച്ച് ഈ സഭാത്മകമായ പുസ്തകം നമുക്ക് ഇപ്പം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്മളത് വായിക്കാൻ നേരത്ത് അതൊരു ചിലപ്പോൾ ഒരു സുഖം തോന്നണമെന്നില്ല, അല്ലേ? അതുപോലെ തന്നെ സഭാത്മകമായ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്. നമുക്ക് തുടക്കത്തിൽ അതൊരു രസമായിട്ട് തോന്നണമെന്നില്ല, പക്ഷെ പിന്നീട് അത് നമുക്കൊരു കരുത്തായി തീരും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബുക്സ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചില ബോധ്യങ്ങൾ നമ്മളിപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചില ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചില ധ്യാനങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ കേട്ടത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനത്തെ വായിക്കുമ്പം, അല്ലെങ്കിൽ ചാക്രിക ലേഖനങ്ങളോ ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ തോന്നിയാലും പിന്നീട് അത് ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് ഈ വായന കുറച്ച് സഹായകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓർക്കുവാണ് പെട്ടെന്ന് പറഞ്ഞപ്പം, ഞാൻ എൻ്റെ 5th പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഒരു 1 year ലീവ് എടുക്കാൻ. ഞാൻ അധ്യാപികയാണ്, അപ്പോൾ ഒരു ലീവ് വേണം എന്തായാലും. അപ്പം ഞാൻ എപ്പോഴും ഈ ശാലോ മാസിക വീട്ടിൽ വരുന്ന സമയത്ത് എന്തോ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ തോന്നുന്നു, ഒരു പ്രേരണ കൊണ്ട് വെറുതെ എടുത്ത് എല്ലാ മാസത്തിൽ ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഇൻസ്പയർ ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കുവാണ് 1 മാസത്തോളം. നമ്മളിങ്ങനെ ഈ മാഗസിൻ ഒരു പ്രാവശ്യം പെട്ടെന്ന് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് അതിൽ വായിക്കുവാണ്. ഒരു സിസ്റ്റർ അധ്യാപികയാണ്. ആ സമയത്ത് സിസ്റ്ററിന് ഒട്ടും ഇതുപോലെ എന്തോ പറ്റാതിരുന്നു, സ്കൂളിൽ പോകാൻ പറ്റില്ല, വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചൊരു അനുഭവം ഞാൻ വായിക്കുവാണ്. അപ്പം എന്നെ അത് വല്ലാതെ സ്പർശിച്ചു. ഞാനിങ്ങനെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഈ ഒരു ചിന്ത ഉള്ളിൽ. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ലീവ് ബ്രേക്ക് ചെയ്ത് ജോയിൻ ചെയ്താലോ. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഡോക്ടർ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കണം, അപ്പോൾ പിന്നെ അത് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കാം, ഡോക്ടർ ഓക്കെ പറയുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് പോവാം. അങ്ങനെ ഞാൻ പിന്നത്തെ പ്രാവശ്യം ചെക്കപ്പിന് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്രയും കോൺഫിഡൻസ് ഉള്ളിൽ തോന്നുവാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചെയ്തത് ഈ സിസ്റ്ററിൻ്റെ ഈ അനുഭവം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനു മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വർഷങ്ങളായിട്ട് അധ്യാപികയാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ഈ ക്ലാസ്സിലോട്ട് എൻ്റെ സ്റ്റെപ്പ് ചെയ്യുന്നേക്കാൾ മുമ്പ് ഞാനിങ്ങനെ ഓർക്കും ഫുൾ കൺട്രോള് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണമെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ഡെലിവറിയുടെ തലേദിവസം വരെ ജോലിക്ക് പോകാനായിട്ട് ഒരു കുഴപ്പമില്ലാതെ പിറ്റേ ദിവസം നോർമലായിട്ട് ഡെലിവറി. അപ്പോൾ അത് ഈ ഒരു വായനയിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ്. ആ വർഷം എന്ന് വെച്ചാൽ നമുക്ക് അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷം ഞാൻ അച്ചീവ് ചെയ്യാതിരുന്ന ഒരു എന്താ പറയുക ഒരു ഗോള് ആ വർഷം അച്ചീവ് ചെയ്യാനായിട്ട് ഇടവരുവാണ്. അപ്പോൾ അത് എന്നെ ഈ ഒരു വായനയിലൂടെ ഞാൻ ഇന്നും അതുകൊണ്ട് മറക്കില്ല. ഒരൊറ്റ എക്സ്പീരിയൻസ് ഉണ്ട്, ആ വായിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ ഇൻസ്പിറേഷനാണ് എന്നെ അങ്ങനെ അന്ന് സഹായിച്ചത്. ആൻറ്റി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എൻ്റെ അനിയൻ 6ാമത്തവൻ അവൻ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യും, സ്പിരിച്വൽ ബുക്സും അല്ലാത്ത ബുക്സൊക്കെ നല്ലപോലെ റീഡ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു റീഡിങ് ഉള്ള ഒരാളെ ഞങ്ങൾക്കൊന്നും അത് പിന്നെ എൻ്റെ 2ാമത്തെ അനിയത്തൊക്കെ റീഡ് ചെയ്യും, പക്ഷെ എന്നാലും അവൻ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ പ്രഗ്നൻസി ടൈം തൊട്ടേ അമ്മ ഇങ്ങനെ അവൻ്റെ 6ാമത്തെ ആ പ്രഗ്നൻസി തൊട്ട് അമ്മ വായിക്കുമായിരുന്നു. അപ്പോൾ അവൻ തരുന്ന ഇൻപുട്സുകൾ, അവൻ ഞങ്ങളുടെ ഡിസ്കഷനിൽ വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഞങ്ങളിങ്ങനെ ഇവൻ്റെ ഇത്രയും ചെറുപ്പത്തിലുള്ള കയ്യിൽ നിന്ന് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളുടെയൊക്കെ സമയത്തൊന്നും വായിച്ചുകൂടായിരുന്നതൊക്കെ ഞങ്ങളൊക്കെ ഇനി തമാശയ്ക്ക് പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ഇൻപുട്സ് ഒക്കെ കിട്ടുമായിരുന്നല്ലോ എന്നുള്ളത്. ശരിക്കും പ്രഗ്നൻസി ടൈമിൽ വായിക്കുന്നതിൻ്റെ ഒരു അത് കുഞ്ഞിലേക്കും പകർത്തുന്നുണ്ടെന്നുള്ളൊരു സാധനം ഭയങ്കര ഒരു സാധനം ആൻറ്റി പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു. ഈ വായന വെളിച്ചം പകരുമെന്ന് പറയുന്നതാണ്. അതെ അതെ ശരിക്കും. അപ്പോൾ ഈ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ വചനം പാതയിൽ പ്രകാശവും പാദങ്ങൾക്ക് വിളക്കുമാണ്. അപ്പോൾ വായന ആ ഒരു വെളിച്ചമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവന്റെ വായിൽ നിന്നൊന്നും അത് അവനും കിട്ടിയ ആ ഒരു വെളിച്ചമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ തോന്നുകയാണ്, ഇപ്പോൾ ഞാൻ കുറേ സ്റ്റുഡൻസിനെ കാണുമ്പോൾ പഴയ ജനറേഷനേക്കാളും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം പുതിയ ജനറേഷൻ്റെ കാര്യങ്ങളിൽ അവർക്ക് വായനയോടൊക്കെ ഒരു താല്പര്യം കുറഞ്ഞു വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് കൂടുതൽ ഉപയോഗിക്കുന്നു, വീഡിയോസ് കൂടുതൽ കാണുന്നു. അപ്പോൾ ഇരുന്ന് വായിക്കുന്നതിൻ്റെ ആ ഒരു വിരസതയൊക്കെ മാറ്റാനും അതിൽ വായിക്കുന്നവർക്ക് അതൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷെ അതൊരു ഹോബി ആയിട്ട്
നല്ലൊരു ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്. ഇപ്പോൾ നേരത്തെ ബോണി ചേട്ടൻ പറഞ്ഞ പോലെ വെളിച്ചം പകരുന്നു എന്ന് പറയുമ്പോൾ അതിനോട് കൂട്ടി പറയാണ്, വായന നമ്മളെ കുറച്ച് പ്യൂരിഫൈ ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളിലുള്ള ഒരു റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളെയൊക്കെ ഒന്ന് കൾച്ചർ ചെയ്ത് നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആക്കി നമ്മളെ മാറ്റുന്നത്, കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ഒക്കെ ആയിട്ട് ഒരു കാഴ്ചപ്പാടോട് കൂടിയൊക്കെയുള്ള വ്യക്തികളാക്കി മാറ്റുന്നത് ശരിക്കും ഈ റീഡിങ് തന്നെയാണ്, അക്ഷരങ്ങൾ തന്നെയാണ്. പറയാൻ പറ്റില്ല. അതുപോലെ ഈ സ്പിരിച്വൽ റീഡിങ് നമ്മളിപ്പോൾ ഞാൻ ഓർക്കും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വായിക്കാനായിട്ട്. അപ്പം അന്ന് വായിച്ച ചില കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചില അത്യാവശ്യ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണ പോലെ ആ സ്പിരിച്വൽ റീഡിങ് ചില സെൻറ്റൻസുകൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മളെ വല്ലാതെ ഈ ഒരു സമയത്തൊക്കെ നമ്മളുടെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സമയത്ത് ചില പ്രത്യേക സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ സഹായിക്കണതായിട്ട് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഈ വായനയിലൂടെ കയറുന്നത് ഭയങ്കര ആഴത്തിൽ കയറും എന്ന് പറയുന്നത്. ഈ വായന എന്ന് പറയുന്ന വേറൊരു ഇത് എനിക്ക് തോന്നുന്ന ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് വളർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഇതും കൂടെ അല്ലേ വായന എന്ന് പറയുന്നത്. കുട്ടികളിപ്പം ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ അവർ കാണുവാണല്ലോ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതാണല്ലോ ഇഷ്ടം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും അങ്ങനെയാണ്, വായനയേക്കാളും കൂടുതൽ ഇഷ്ടം. പക്ഷേ ജസ്റ്റ് ഒരു ക്യാരക്ടേഴ്സിനെ മാത്രം ഒബ്സർവ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ വായിക്കുമ്പം ഇമാജിനേഷൻ, ആ ഒരു ലോക ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ആവണതാണ്. അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും. കഴിവുകൾ വർദ്ധിക്കും, സർഗാത്മകത വളരെയധികം വർദ്ധിക്കും. ഇപ്പൊ എഴുതാൻ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വായിക്കുകയാണെങ്കിൽ അവന്റെ വാക്കുകൾ മൂർച്ചയുള്ളതാവും. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ, മൂർച്ചയുള്ളതാവും, ഭംഗിയുള്ള ഭാഷയുണ്ടാവും വായിച്ചു കഴിയുമ്പോൾ. അതെ, ഇതെനിക്ക് തോന്നുന്നു വായനയും ഒപ്പം ഈ വായന നമ്മുടെ ഒരു ഒരാളുടെ വിവേകം, ജ്ഞാനം ഒക്കെ വളർത്താനൊക്കെ ഈ സ്പിരിച്വൽ റീഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ചെറുപ്പം തൊട്ടേ വായിച്ചു വരുന്നവരുടെ ക്യാരക്ടറിൽ ഒരു പ്രായം എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ കൊച്ച് വായിക്കുന്നവനാണ്, അല്ലെങ്കിൽ അത് ആ സംസാര രീതിയിൽ, സ്വഭാവ രീതിയിലൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് അത് എന്നുള്ളതൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നേരത്തെ ഈ ക്യാരക്ടർ ഫോർമേഷന്റെ ഭാഗം എന്ന് പറഞ്ഞതുപോലെ അല്ലേ. കുറെ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലേ, അങ്ങനത്തെ ധാരാളം എക്സ്പീരിയൻസ് പലർക്കും ഉണ്ട്. ഒന്ന് ആ ഒരു കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് അവരെല്ലാവരെയും ഒന്ന് ആ ഒരു എക്സ്റ്റെൻഡഡ് റീഡിങ്ങിലോട്ട് നയിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഡാരസിന് അങ്ങനെ ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ അതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികൾ കുറച്ചും കൂടെ ചെറുതായിരുന്ന സമയത്ത്, ഒരു UP ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡും ഞാനും, ഹസ്ബൻഡാണ് കൂടുതലും മുൻകൈ എടുത്ത് നമ്മുടെ ഏഞ്ചൽസ് ആർമി മാഗസിൻ കുട്ടികൾക്ക് അതിലെ ആർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലെ വചനങ്ങൾ, ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട വചനങ്ങൾ ആഴ്ചയിൽ എല്ലാവരെയും കൊണ്ടൊക്കെ ഒന്ന് മനപ്പാടായിട്ടൊന്ന് പറയിപ്പിച്ച് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് മുതിർന്നപ്പോൾ അവർക്ക് ബുക്സ് ഞങ്ങൾ പറ്റാവുന്ന പോലെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യണം. അവരവരുടേതായ വായനകൾ, എല്ലാവർക്കും സമ്പൂർണ്ണ ബൈബിള് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടേതായ ഒരു ബൈബിൾ റീഡിങ്ങിലേക്ക്, സ്ക്രിപ്ചർ റീഡിങ്ങിലേക്കും കൂടെ ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ബൈബിളൊക്കെ. ഈ ബൈബിൾ റീഡിംഗ് മാത്രമാണ് ഒരു സ്പിരിച്വൽ റീഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ചിലർക്ക്. അങ്ങനെയല്ലല്ലോ. അതെ, അങ്ങനെയല്ല. എന്തെങ്കിലും നിങ്ങൾ ഇൻസ്പയർ ചെയ്ത ബുക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് വായിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഉപകരിക്കായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാനിങ്ങനെ ഓർക്കും, വീട്ടില് വലിയ ലൈബ്രറിയാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യാച്ചാല് എവിടെ പോയാലും നല്ല ബുക്സ് കണ്ട അപ്പം വാങ്ങിക്കും. അപ്പം നമുക്ക് ഈ നേരത്തെ ബോണിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അലസമായിരിക്കാനായിട്ടൊരു സമയം ഇല്ലാത്ത രീതിയിൽ, അപ്പൊ നമുക്ക് ഓൾറെഡി ഷെൽഫിൽ ഇങ്ങനെ കാണുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അതൊന്ന് എടുത്ത് വായിക്കാം അങ്ങനെ തോന്നൂലോ. ഞാൻ ബ്രദർ തോമസ് പോൾ പറയണ കേട്ടിട്ടുണ്ട്, ഈ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചും ഇതുപോലത്തെ ചാക്രിയിൽ ഇങ്ങനെയൊക്കെ ഫ്രണ്ടിലെ റൂമിൽ കൊണ്ടുവയ്ക്കുമെന്ന്. അപ്പം വീട്ടിലുള്ളവർക്കും കാണാം, എടുത്ത് വായിക്കാൻ പ്രചോദനം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കലോ, ഇത് ഏത് ബുക്കാ, അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് അവർക്ക് അതൊന്ന് എടുത്ത് വായിക്കാൻ ഒരു പ്രചോദനം കൂടിയാണ് അത് പങ്കുവെച്ചത് കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് ബുക്സ് നല്ല നമുക്ക് അങ്ങനത്തെ ഒരു കളക്ഷൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം തന്നെ നല്ലതാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ശരിക്കും തോന്നിയത് ഈ യങ് ആൾക്കാർക്ക് ശരിക്കും ഈ ബുക്ക് വായിക്കാനായിട്ട് മടിയുള്ളവർക്ക് പറ്റിയ കുറേ ബുക്സ് ഉണ്ട്. ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോവൽ ഫോർമാറ്റിൽ ഉള്ള നല്ല സ്പിരിച്വൽ ബുക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് റൂം സ്വീറ്റ് ഹോം. ശരിക്കും അങ്ങനത്തെ ബുക്സിലേക്ക് ശരിക്കും ഇപ്പൊ ഈ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ വായിക്കാനായിട്ട് മടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ജനറേഷനിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ ശരിക്കും കുറെ ബുക്സും ഉണ്ട്.
അല്ല അങ്ങനത്തെ ടിപ്സ് ഭയങ്കര സെയിൻസിന്റെ ജീവിതം നോവൽ പോലെ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുള്ള നോവലുകളുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ കസൻ സാക്കീസിന്റെ സെയിന്റ് ഫ്രാൻസിസ് അസീസി, അത് ശരിക്കും ഒരു നോവൽ പോലെയാണ്. നമുക്ക് താഴെ വെക്കാൻ പറ്റില്ല, വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ. പിന്നെ ശരിക്കും ഈ വായന എന്ന് പറയുന്ന ഒരു സ്നേഹിതനെ പോലെയാണെന്നാണ്, ഒരു ഫ്രണ്ടാണ്. നമ്മളെ തിരുത്തുന്ന, നമ്മളെ ശാസിക്കുന്ന, ചിലപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് പുസ്തകം. ഒരു സൈലന്റ് ഫ്രണ്ട് ആണ് അല്ലേ? ഒരു അധ്യാപകന്റെ ഒക്കെ അപ്പുറത്താണ്. ടീച്ചറാണ്. ടീച്ചേഴ്സിന് പരിമിതികളുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ലല്ലോ. പക്ഷെ പുസ്തകം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഗുരുനാഥനാണ് വായന എന്ന് പറയുന്നത്, ബുക്കുകൾ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു അല്ലേ? ശരിക്കും ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷൻ തൊട്ട് ഒരാളെ എന്താ പറയുക വൈസാക്കാനൊക്കെ ആയിട്ട് സ്പിരിച്വൽ റീഡിംഗ് ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പതുക്കെ അത് മാറി പോകുന്നില്ല, പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിൻ്റെയൊക്കെ ആവശ്യകതയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു എപ്പിസോഡിൽ അല്ലേ? ഇതിനെക്കുറിച്ച് നമ്മളുടെ ജെറിനച്ഛന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പിരിച്വൽ റീഡിങ്, ആദ്യമേ തന്നെ എനിക്ക് ഓർമ്മ വരും നമ്മുടെ പഴയ മലയാളത്തിലെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും, പിന്നെ ഒടിയും. പ്രിയപ്പെട്ട ഒരു ആത്മീയ ജീവിതത്തിലും ഭയങ്കര ആപ്ലിക്കബിൾ ആയ ഒരു സാധനമാണ്. സ്പിരിച്വൽ റീഡിങ് ഈസ് എ സ്പിരിച്വൽ ഫീഡിങ്. അതായത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം വളരാത്തതിനും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നതിനും ഒരു പോസിറ്റീവ് ചിന്ത പോലും തോന്നാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും വായിക്കാത്തതുകൊണ്ടാണ്, നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, അകത്തോട്ടൊന്നും ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആത്മാവിനുള്ള ഒരു നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡാണ് സ്പിരിച്വൽ റീഡിങ്. അതിപ്പോൾ ബൈബിളായാലും ആത്മീയ ഗ്രന്ഥങ്ങളായാലും ആത്മീയ വാരികകളായാലും ഇതൊക്കെ ഭയങ്കര നെസസറിയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത് നോക്കി, നിങ്ങളുടെ വീട്ടിൽ എത്ര സ്പിരിച്വൽ ടെക്സ്റ്റുകളുണ്ട്? നമ്മൾ ടെക്സ്റ്റുകളെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ വീടിൻ്റെ മിക്ക വീടിൻ്റെയും ഷോക്കേസിൽ കാണാൻ സാധ്യതയുള്ള ചില വാക്ക്, ചില എൻസൈക്ലോപീഡിയ കാണും, പല എൻസൈക്ലോപീഡിയ. അതായത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം എടുത്ത 200, 2 എടുത്ത 300 എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടല്ലോ, ബുക്ക് വിൽക്കുക. അവർ ഇതൊക്കെ മേടിച്ചിട്ട് ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത കുറേ സയൻസിൻ്റെയും ഫിക്ഷൻ്റെയും കുറേ സാധനങ്ങളൊക്കെ കാണും. പിന്നെ ഉള്ളത് ബൈബിളുകൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. എടുത്ത് വായിക്കുന്നുണ്ടോ എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ സ്പിരിച്വൽ റീഡിങ് ഈ സ്പിരിച്വൽ ഫീഡിങ്. നമ്മൾ ആത്മീയമായിട്ട് വളരാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഏക കാര്യം ആത്മീയമായിട്ട് വായിക്കുക എന്നുള്ളത്, ആത്മീയ വായനയിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത്. ഈ വായിച്ച് വിശുദ്ധരായ എന്തോരം മനുഷ്യരുണ്ടെന്നറിയോ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഇഗ്നേഷ്യസ് ഓഫ് ലയോള. വളരെ വേൾഡിലി ആയിട്ട് യുദ്ധമൊക്കെ നടന്ന സമയത്താണ് പെട്ടെന്ന് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാനുള്ള സമയത്താണ് നഴ്സ് കൊണ്ട് കൊടുത്ത 2 പുസ്തകമാണ്, ഒന്ന് ലൈഫ് ഓഫ് സെയിൻസും മറ്റേ ക്രിസ്ത്യാനികരണോ. വേറെ ഓപ്ഷൻ ഇല്ലാത്ത കുത്തിയിരുന്ന് വായിച്ച് ചില സെയിൻസൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അവനൊക്കെ കാങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ, അങ്ങനെ ആയിപ്പോയി വിശുദ്ധനായി തീർന്ന മനുഷ്യനാണ്. ആ ഒരു മനുഷ്യൻ വിശുദ്ധനായതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആത്മീയമായിട്ട് എന്തോരം എഴുതി, എന്തോരം വിശുദ്ധന്മാരെ പ്രൊഡ്യൂസ് ചെയ്തു, ഇൻക്ലൂഡിങ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെ എല്ലാം ഈ ഒരു ട്രഡീഷനിൽ വരുന്നതല്ലേ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആത്മീയമായിട്ട് വായിച്ചാൽ ആത്മീയമായിട്ട് വളരും, ആത്മാക്കളെ നേടും, ആത്മാക്കൾ സ്വർഗത്തിൻ്റെതായിത്തീരും. ആസ് എ ഫസ്റ്റ് തിങ്. പിന്നെ ആത്മീയമായിട്ട് കുഞ്ഞുങ്ങൾക്ക്, നമ്മളിപ്പോൾ ഫാമിലിയുടെ കോൺടാക്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ശരിക്കും പിള്ളേർക്ക് സ്പിരിച്വൽ റീഡിങ്ങുള്ള ബുക്സുകൾ അവൈലബിൾ ആക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അവരുടെ ടീനേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവർക്കൊരു ലൈഫിൻ്റെ ഡിസേൺമെൻറ്റ് പ്രോസസ്സ് ഉണ്ടല്ലോ, എന്തായി തീരണം. അതായത് നമ്മൾ എഞ്ചിനീയർ ഡോക്ടറാണോ എന്നുള്ളതല്ല, എന്ത് വൊക്കേഷൻ സ്വീകരിക്കണം, ഇതിന് ശരിക്കും സഹായിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ. പ്രത്യേകിച്ച് ലൈഫ് ഓഫ് സെയിൻസ്. അത് 2 രീതിയിലുള്ള കുടുംബത്തിന് സെയിൻസ് ഉള്ള ആയവരെയും അല്ലെങ്കിൽ സന്യാസ വൈദിക സെയിൻസ് ആയവരെയും. ഫോർ എക്സാമ്പിൾ 1-2 ഉദാഹരണം ഞാൻ പറയാം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വിശുദ്ധയായിരിക്കും. സെയിൻറ്റ് എഡിത്ത് സ്റ്റെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സെയിൻറ്റ് സ്കോളാസ്റ്റിക്ക ബെനഡിക്റ്റ് ഓഫ് ദ ക്രോസ്, അങ്ങനെയാണ് പേര്. ഒരു കർമ്മലേത്ത സഭയിലെ സെയിൻ്റാണ്. അത് ഭയങ്കര ഒരു ക്രൂഷ്യൽ കാലഘട്ടത്തിൽ സഭയിലുണ്ടായ സെയിൻ്റാണ്. പ്രത്യേകിച്ച് ഈ നാസി പ്രശ്നങ്ങളുണ്ടായ സമയത്ത്, 2ാം ലോക മഹായുദ്ധ സമയത്ത് ജീവിച്ചൊരു വിശുദ്ധയാണ്. ഒരു ജർമ്മൻ ഫിലോസഫറായിരുന്നു, നല്ല ബുദ്ധിജീവി, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരി. ആ സമയത്ത് ഒരു രാത്രിയിൽ ഹാപ്പൻ ടു ബി സ്റ്റേ ഒരു കർമ്മലീത്ത മഠത്തിൽ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആ രാത്രി ആ മുറിയിലിരുന്ന അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം എടുത്ത് വായിച്ചിട്ട് ഒരു രാത്രി കൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവബലി തിരിച്ചറിഞ്ഞ ആളാണ്. പിന്നീട് സഭയിൽ തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാർ, രക്തസാക്ഷിയാണ്. അതുപോലെ തന്നെ മാഴ്സൽ ബാൻ, ഒരു വിയറ്റ്നാമി യങ് സെയിൻ്റാണ്, ചെറുപ്പത്തിൽ തന്നെ മരിച്ച ഒരു യങ് സെയിൻ്റാണ്. കൺഫ്യൂഷനാണ് എന്ത് തിരഞ്ഞെടുക്കണം, ഏത് ജീവിതത്തിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. പുള്ളി കുറേ പുസ്തകങ്ങൾ അവൈലബിളായ കുറേ സെയിൻറ്റിൻ്റെ പുസ്തകങ്ങൾ വാരിയിട്ടിട്ട് ഒരു പുസ്തകം കണ്ണട സെങ്ങ് എടുത്തു. കൊച്ചുരേസിയുടെ പുസ്തകമായിരുന്നു. കൊച്ചുരേസിയിലൂടെ ദൈവം അവനോട് സംസാരിച്ചു.
എത്ര രസകരമായ കാര്യങ്ങളാണെന്നറിയാമോ? നിങ്ങളുടെ മക്കളുടെ ദൈവവിളിയിൽ നിങ്ങൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിലേക്കായാലും വൈദിക സന്യാസ ജീവിതത്തിലേക്കായാലും സിംഗിൾ ലൈഫിലേക്കായാലും അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ചെറുപ്പത്തിൽ തന്നെ നല്ല പുസ്തകം. എൻ്റെ ദൈവവിളിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം ഇതുപോലെ ഒരു പുസ്തകം വായിച്ചതായിരുന്നു. ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അസുഖമായിട്ട് കടന്നൊരു സമയത്ത്, കിഡ്നിക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ അസുഖമായ സമയത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എനിക്ക് കൊണ്ട് തന്ന ബൈബിളിനെ പറ്റിയുള്ള ബൈബിളിലെ കഥകളെന്ന് പറയുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനുള്ള പുസ്തകം കൊണ്ട് തന്നു. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും പുറത്തിറങ്ങി നടക്കാൻ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ടും കുത്തിയത് വായിച്ചു തീർത്തുക. അതെന്നെ ശരിക്കും ആത്മീയമായിട്ട് വളരാൻ സഹായിച്ചിരുന്നു, ഒത്തിരി ആത്മീയമായി വളരാൻ സഹായിച്ചിരുന്നു. പ്രത്യേകിച്ച് ബൈബിളൊക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടാക്കി തന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്ക് മാക്സിമം നിങ്ങൾ അവൈലബിലിറ്റി ഇതുപോലെ സാധനങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുക. അവർ വായിച്ച് ഒന്ന് വളരട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കേൾക്കുന്ന വാക്കായിരിക്കും അപ്പോളജിസ്റ്റുകൾ എന്നുള്ളത്, അതായത് സഭയെ ഡിഫെൻഡ് ചെയ്യുന്നവർ. ഇന്നൊരു സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ചെറുപ്പക്കാർക്കെല്ലാം അത്യാവശ്യമായിട്ട് വേണ്ടൊരു മേഖലയും കൂടിയാണത്. അതായത് അപ്പോളജറ്റിക്കൽ റൈറ്റിങ്സ് വായിക്കുക എന്നുള്ളത്. നമ്മുടെ തന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ കോളേജുകളായാലും വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കപ്പെടുന്നത്. ഇപ്പോൾ വിശ്വാസ ചോദ്യം, ഈശോ ശരിക്കുള്ള ആളാണോ അല്ലയോ, തിരുസഭ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ക്രൂസൈഡിൻ്റെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങൾ നേരിടുന്നു, ഇതൊക്കെ സഭയെ തെറ്റുകളല്ലേ, അങ്ങനെ കുറേയേറെ മാർപ്പാപ്പന്മാരെ എന്തിനാ നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ നിത്യനരകാഗ്നിയുണ്ടോ, ഇതെല്ലാം ചുമ്മാ കെട്ടുകഥകളല്ലേ, വിശ്വസിപ്പിക്കാൻ വേണ്ടി സഭയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയും വൈദികരും അല്ലെങ്കിൽ മാർപ്പാപ്പന്മാർ അടിച്ച് എന്തോരം ചോദ്യങ്ങൾ പിള്ളേർ ഫേസ് ചെയ്യുന്നതെന്നറിയാമോ? ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന നല്ല അവൈലബിൾ ബുക്സുകൾ നിങ്ങൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കും. ഇങ്ങനെ വായിച്ചും അറിഞ്ഞും തിരുസഭയിൽ വന്ന എന്തോരം പേരുണ്ടെന്നറിയാമോ? ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞു കേട്ട പേര് സ്കോട്ട് ഹാൻ. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫേമസ് ആയ പുസ്തകം ഉണ്ടല്ലോ, റോം സ്വീറ്റ് ഹോം. അതൊക്കെ ശരിക്കും വായിച്ചാൽ തന്നെ പകുതി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. വിശ്വാസപരമായ പല സംശയങ്ങൾ മാറും. അതുപോലെ തന്നെ GK ചെസ്റ്റർട്ടൺ, ഇച്ചിരി ബുദ്ധിയൊക്കെ നമ്മൾ ഉറച്ച് നന്നായിട്ട് വായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട ആൾക്കാരാണ് GK ചെസ്റ്റർട്ടൺ. അതുപോലെ തന്നെ മനോഹരമായ ഒരാളാണ് സെയിൻറ്റ് ഹെൻറി ന്യൂമാൻ, കാർഡിനൽ ഹെൻറി ന്യൂമാൻ. കാരണം അദ്ദേഹമൊക്കെ വേറൊരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽ, ഇവരെല്ലാവരും തന്നെ ഞാനീ പറഞ്ഞ 3 ആൾക്കാരും വേറെ പ്രൊട്ടസ്റ്റന്റ് സഭയിലായിരുന്നിട്ട് ശരിക്കും അതല്ല കത്തോലിക്ക സഭയുടെ പഠനങ്ങളും വിശ്വാസങ്ങളും ബൈബിളുമാണ് യഥാർത്ഥമാണെന്ന് പഠിച്ചറിഞ്ഞ് അവർ തിരുസഭയിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ സത്യങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് എഴുതിയിരിക്കുന്ന ചെയ്തിരിക്കുന്ന കുറേ നല്ല മനുഷ്യരാണ് ഇവരെല്ലാം. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തേക്ക് ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കത്തോലിക്ക വിശ്വാസം ഒന്ന് ഒരു ലെവൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ വായിച്ചിരിക്കേണ്ട ചുരുക്കം ചില ആൾക്കാരാണ്. പിന്നെ ഇച്ചിരി ഡീപ്പായിട്ടുള്ള തോമസ് മെയ്റ്ററിനെ പോലെയുള്ള, അതേപോലെ ട്രാപ്പിസ്റ്റ് മങ്കായിരുന്നു അദ്ദേഹം. ഇതുപോലെ വേറൊരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ജനിച്ച് ജീവിച്ച് പക്ഷേ പിന്നീട് ശരിക്കും പ്രാർത്ഥിച്ചു അറിഞ്ഞും കത്തോലിക്ക സഭയിലേക്ക് വന്ന മനോഹരമായ കുറേ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. ഇവരൊക്കെ അറ്റ്ലീസ്റ്റ് ഓരോ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാമെങ്കിൽ തന്നെ, അറ്റ്ലീസ്റ്റ് അവരുടെ ലൈഫ് സ്റ്റോറി എങ്കിലും ഹിസ്റ്ററി എങ്കിലും വായിക്കാമെങ്കിൽ തന്നെ ഒത്തിരി എൻലൈറ്റൻമെൻ്റ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമുണ്ട്, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത, മരിയ വാൾദോർത്തയുടെ. ഒരു പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് അത് വായിക്കുന്നതിന് മുമ്പ്. അതൊരു ഒരു വോളിയൂംസ് ഓഫ് ബുക്കാണ്. ഈശോയുടെയൊക്കെ ബാല്യം മുതൽ മാതാവിൻ്റെ ബാല്യം, ഔസപിതാവിൻ്റെ ബാല്യം. ഒരു മരിയ വാൾദോർത്ത എന്ന് പറഞ്ഞ പെൺകുട്ടി, ഒരു സ്ത്രീക്ക് ഈശോ കൊടുത്ത കുറേ ദർശനങ്ങളുടെ പേരിലുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു പേരൻ്റൽ ഗൈഡൻസ് ഒക്കെ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി സംശയമൊക്കെ തോന്നുമായിരിക്കും അതിനെപ്പറ്റി. കാരണം ഇച്ചിരിയൊക്കെ ബൈബിളിൽ പറയാത്ത ഒത്തിരിയേറെ കഥകൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസം എൻട്രി ചെയ്യണമെങ്കിൽ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം എൻട്രി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഒത്തിരി സപ്പോർട്ടിങ് റീഡിങ്സ് വേണ്ടി വരും. പ്രത്യേകിച്ച് ബൈബിളിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കാൻ, കുറച്ച് ഡെപ്തിൽ മനസ്സിലാക്കാനൊക്കെ കുഞ്ഞുനാളിൽ തന്നെ ഈ ഈശോയുടെ സ്നേഹം, മാതാവിനുള്ള സ്നേഹം അല്ലെങ്കിൽ സെയിൻസിനോടുള്ള സ്നേഹമൊക്കെ വളരണമെങ്കിൽ ശരിക്കും ഈ ഒരു ലൈഫ് സാധനങ്ങൾ വായിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സെയിൻസിൻ്റെ ലൈഫ് വായിക്കുക എന്നുള്ളത്. ആരെ സെയിൻസ് എന്നുള്ളത്? അതായത് ബൈബിള് സിംപ്ലിഫൈ ചെയ്ത ജീവിതങ്ങളാണ് സെയിൻസ്. അല്ലെങ്കിൽ സുവിശേഷം ഒരു കോണ്ടെക്സ്റ്റലൈസ്ഡ് ആയിട്ട് ഒരു സംസ്കാരത്തിൽ സുവിശേഷം ഇറക്കി വെച്ചപ്പെട്ടതാണ് സെയിൻസിൻ്റെ ജീവിതം. എങ്ങനെ ഈ വെർച്യൂസൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ജീവിക്കാമെന്ന് കാണിച്ചു തന്നാണ് സെയിൻസിൻ്റെ ജീവിതം. ഇതൊക്കെ ഒന്ന് വായിക്കുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാനും ഒരു ആത്മീയം വളരാനുമുള്ള മേഖലയിൽ ഭയങ്കരമായിട്ട് സഹായിക്കും. 2 സെയിൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആത്മകഥ. എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കണം കേട്ടോ. എന്ത് രസകരമായിട്ടാണ് കൊച്ചുത്രേസ്യ പുണ്യവതി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എങ്ങനെ വിശുദ്ധമായിട്ട് ജീവിക്കാം ഏറ്റവും ചെറിയ ലിറ്റിൽ വേയിലൂടെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം എൻ്റെ നോഷിറ്റ് കാലഘട്ടത്തിൽ ഞാൻ വായിച്ച മാക്സിമിലിയൻ കോൾബയെ പറ്റിയുള്ള ലൈഫ് ഹിസ്റ്ററി ആയിരുന്നു. ഭയങ്കര തീപ്പൊരു സെയിൻ്റായിരുന്നൊരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാവരുടെ ലൈഫിൽ ഒരു ആത്മീയമായിട്ട് ഹൈപ്പ് വേണമെങ്കിൽ, ഉയർച്ച വേണമെങ്കിൽ മറക്കാതെ ചെയ്യേണ്ട കാര്യം ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. പിന്നെ
നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയ തെറ്റിദ്ധാരണയായിരുന്നു ഈ സഭയുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ മാർപ്പാപ്പന്മാരുടെ ഇത് എൻസൈക്ലിക്കൽസോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യമേ അല്ലെന്നൊരു ചിന്ത. അതൊക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ ലെറ്റേഴ്സും വരുന്നത്, ഓരോ പുസ്തകങ്ങളായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ട് എല്ലാവർക്കും വായിക്കുന്നതാണ് ജോയ് ഓഫ് ദ ഗോസ്പൽ, അമോറിസ് ലെത്തീസിയ, ഫ്രെത്തേലി തൂത്ത്, ഏറ്റവും പുതിയത്. ഇതെല്ലാം ആർക്കും വായിച്ച് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജിലും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലും തന്നെ മാർപ്പാപ്പ നമ്മളുടെ കൺവേഴ്സാൻ ശ്രമിക്കുകയാണ് വലിയ വിശ്വാസ രഹസ്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് മക്കൾ വായിക്കുന്നില്ല അല്ലെങ്കിൽ ഈ യുഗത്തിൽ ഇതൊന്നും ഓടുന്ന കാര്യമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അങ്ങനെ നല്ല കേട്ടോ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ കൂടുതൽ വായിക്കുന്നുണ്ട്, അവർക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. സോ പ്രൊവൈഡ് ദം ദ റിയൽ മെറ്റീരിയൽ. നല്ല സ്റ്റാഫ് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണമെന്നേ. സൺഡേ സ്കൂളിലൂടെയോ അല്ലെങ്കിൽ സ്കൂളുകളിലൂടെയൊക്കെ നല്ല റിയൽ സ്റ്റാഫ്, അവർ പൊട്ട സാധനങ്ങളൊക്കെ വായിച്ച് അറിവ് മേടിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് നല്ല സ്റ്റാഫ് അവർക്ക് കൊടുക്കുന്നത്. അവർ സീരിയസ് ആയിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവൈലബിൾ ആക്കി കൊടുക്കുക. നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയതയിൽ അടുത്ത ലെവലിൽ കൂടി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഡ്രൈനെസ്സും, പ്രാർത്ഥനയിലുള്ള താല്പര്യക്കുറവും വിശുദ്ധിയിലുള്ള താല്പര്യക്കുറവൊക്കെ മാറാനായിട്ട് തമ്പുരാനെ കൂടുതലായിട്ട് നിന്നെ അറിയാനും നിന്നെ സ്നേഹിക്കാനും ഒക്കെ ഈശോയെ കൂടുതലായിട്ട് വായിക്കാനും ധ്യാനിക്കാനും ഞങ്ങൾ പഠിപ്പിക്കണമേ. വായിക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അവർ ചെറുപ്പത്തിൽ വായിക്കുന്നു അറിയുന്നതാണ് അവരുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത്. കർത്താവെ, മക്കളുടെ മാതാപിതാക്കളെന്ന നിലയിൽ ഏറ്റവും നല്ലത് തന്നെ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്കും സ്വീകരിക്കാൻ വലിയ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങളുടെ ആത്മാവും നന്നായിട്ട് പരിപുഷ്ടിപ്പെടുകയും ഞങ്ങൾക്ക് സ്വർഗം നോക്കി നടക്കാനുള്ള ബലം കിട്ടുകയും ചെയ്യട്ടെ. ഒത്തിരി വിശുദ്ധരെ പോലെ, ഒത്തിരി മഹോന്നതരായ ആത്മാക്കളെ പോലെ ഞങ്ങളുടെ ആത്മാക്കളും അങ്ങനെ നിന്നിൽ അലിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും ആദ്യ സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you. Thank you, ചേട്ടാ.